ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. വലിയ ഒരു വാത്സല്യവും സ്നേഹമൊക്കെയാണ് ഈ അമ്മമാരിൽ നിന്നും ഉൾപ്പെടെ ലഭിക്കുന്നത്. എന്താണ് തോന്നുന്നത് ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ? തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിക്ക് പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായിട്ട് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറും. അത്തരം സന്ദർഭത്തിൽ ആലത്തൂർ മണ്ഡലം തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം, നമ്മുടെ നാടിൻ്റെ നന്മയെ കാംക്ഷിക്കുന്ന ആളുകളെല്ലാം ഇടതുപക്ഷ മുന്നണി ജയിക്കണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. പ്രദേശത്ത് ചെല്ലുമ്പോൾ ആളുകൾ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് നൽകുന്നത്. അമ്മമാരും ഇത് പറഞ്ഞ പോലെ അമ്മമാരും സഹോദരിമാരും കുടുംബശ്രീക്കാരും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പുകാരും എല്ലാം വലിയ ആവേശത്തിലാണ് തന്നെയാണ്. ഒരു കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ട വിധം തരുന്നില്ല. കടമെടുത്തിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തയ്യാറായത്. ഒരു മാസം ഏകദേശം 900 കോടി രൂപ വേണം പെൻഷൻ കൊടുക്കാൻ. 900 കോടി രൂപ വേണം ഒരു മാസം പെൻഷൻ കൊടുക്കാൻ. അപ്പോൾ അത് കടമെടുത്തിട്ടാണെങ്കിലും കൊടുക്കുമെന്നുള്ള തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണത്. കടമെടുക്കാനുള്ള അംഗീകാരം പോലും കേന്ദ്ര ഗവൺമെൻറ് തരാതെ വന്നു. അപ്പോഴാണ് നമ്മൾ കോടതിയിൽ പോയത്. ഇന്ന് വന്നിട്ടുള്ള കോടതി ആരെങ്കിലും വായിച്ചോ? നമ്മൾ തൊഴിലുറപ്പ് സമയത്ത് ഇടയ്ക്കൊന്ന് ചർച്ച ചെയ്യണം. തൊഴിലുറപ്പ് സമയത്തെ 5000 നമ്മൾ 13,000 കോടി രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. 13,608 കോടി രൂപ തരണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ വിളിച്ച് പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ 5000 തരാമെന്നാണ്. 5000 തരണമെങ്കിൽ നമ്മുടെ 6 മാസത്തെ കുടിശ്ശിക തീർക്കാൻ തന്നെ 5400 കോടി വേണം. 5000 കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ 10,000 കോടിയെങ്കിലും കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയ ഉടൻ തന്നെ പെൻഷൻ പൂർണ്ണമായിട്ടും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുക, അതിന് വേണ്ടി മാറ്റിവെച്ച ബഡ്ജറ്റ് വിഹിതം ഓരോ വർഷം ചെല്ലുന്നവരും കുറച്ചുകൊണ്ട് 1,20,000 കോടി രൂപ വരെ തൊഴിലുറപ്പിന് മാറ്റിവെച്ച കാലഘട്ടമുണ്ട്. അതിപ്പോൾ 60,000 കോടി രൂപയായി ചുരുങ്ങി, പകുതിയായി കുറച്ചു. അപ്പം അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുക എന്നുള്ളതും കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യമാണ്. ഏതായാലും വലിയ ആവേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതോടൊപ്പം തന്നെ വലിയ സ്നേഹവാത്സല്യങ്ങളാണ് ഈ അമ്മമാരെല്ലാം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ നൽകുന്നത്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെയാണ് അദ്ദേഹം ഈ ആളുകളെല്ലാം കാണുന്നത്, അമ്മമാരെല്ലാം കാണുന്നത്. വലിയ ആവേശം അവരുടെ വാക്കുകളിലും ആ സ്നേഹം അവരുടെ വാക്കുകളിലും പ്രകടം തന്നെയാണ്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സെറ്റ്, കൈരളി ന്യൂസ്, പാലക്കാട്.